ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു UK ട്രാവൽ ഇറ്റ് ബൈ പ്രിൻസൺ പാലാട്ടി. ഇന്നത്തെ നമ്മുടെ യാത്ര അമർകണ്ട് ക്ഷേത്രം, ഒരു ടെമ്പിൾ കാണാനാണ്. മധ്യപ്രദേശിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ആ വഴികളും അവിടുത്തെ മനോഹരമായ ഗ്രാമങ്ങളും യാത്രയുടെ ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും ഗ്രാമീണരുടെ അവരുടെ വസ്ത്ര രീതികൾ, ഭക്ഷണ രീതികൾ, അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളൊരു യാത്ര പുറപ്പെടാണ്. നോർത്ത് ഇന്ത്യയിലുള്ള അമർകണ്ടക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ കുറേ മങ്കീസ് ഉണ്ട് അല്ലേ? അതൊക്കെ കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എങ്ങും ചെറിയ രീതിയിൽ ഫോഗും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ. അതുപോലെ തന്നെ വനത്തിൻ്റെ ഏകദേശം ഉൾപ്രദേശമായതുകൊണ്ട് ഒത്തിരി മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. അളിയൻ, ഇത് ഏതാ സ്ഥലം? ഇതാണ് അമർകണ്ടക്. അമർകണ്ടക്. ഓക്കെ, അളിയനുണ്ട്, ദീദിയുണ്ട്. ദീദിയല്ല, ഈ ദീദി, ദീദിയുടെ അനിയത്തി. അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരുടെ വേഷമാണ് അല്ലേ? ആണല്ലേ? ഓക്കെ. ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് കുറേ അതിഥികളുണ്ട്. അതിഥീസ് ബേബി. ഈ പ്രദേശത്ത് ഒത്തിരി കുരങ്ങുകളുണ്ട് കേട്ടോ. റോട്ടിലും ഈ ആളുകൾ വരുന്ന ഈ വനപ്രദേശ ഏരിയയിലും എല്ലായിടത്തും കുരങ്ങുകൾ. പ്രത്യേകിച്ച് ആളുകൾ റോഡിലൂടെ പോകുമ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം വണ്ടികളൊക്കെ വരുമ്പോൾ കുരങ്ങുകളൊക്കെ റോഡിൻ്റെ അരികിൽ വന്നിരിക്കുന്നത്. കണ്ടോ, നമ്മൾ ഓണൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർ മാറത്തുള്ളൂ. ഒത്തിരി കുരങ്ങ്, 100 കണക്കിന് കുരങ്ങുകളാണ് ഈ പ്രദേശത്തുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ കണ്ടുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ക്ഷേത്രം. നമ്മൾ ഏകദേശം ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ ഏരിയയിലാണ് ഇതുപോലെയുള്ള കുരങ്ങുകളും പിന്നെ ശാന്തമായൊരു സ്ഥലമാണ് കേട്ടോ. മരങ്ങളും പുല്ല് പിടിച്ച ചെറിയ ചെറിയ മനോഹരമായ സ്ഥലങ്ങൾ എല്ലാം മനോഹരമായിരിക്കുന്നു. എന്തായാലും നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആളുകളേക്കും കണ്ട ഒത്തിരി വിശ്വാസികളും ടൂറിസ്റ്റുകളും വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ട്രക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ കാണുന്നതാണ് കേട്ടോ ക്ഷേത്രം. ഞാനും ആദ്യമായിട്ട് വരുവാണ്. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോയി കാണാം. അവിടുത്തെ എന്തൊക്കെ വിശേഷങ്ങളാണ് ഉള്ളതെന്ന് നിങ്ങളെയും കാണിച്ചു തരാം. തൊട്ട് ഫ്രണ്ടിൽ ഇതുപോലെയുള്ള ഒത്തിരി ഷോപ്പുകൾ, നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിലും പള്ളി മുറ്റങ്ങളിലും കാര്യങ്ങളൊക്കെ ഉത്സവ സമയത്ത് കാണുന്നത് പോലെയുള്ള ഷോപ്പുകൾ ഒത്തിരി ഉണ്ട്. അതായത് നമ്മുടെ ഫാൻസി ഐറ്റംസൊക്കെ കിട്ടുന്നത്. എന്തായാലും നമുക്ക് ചെരുപ്പ് ഊരി വെക്കണം. ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അകത്തോട്ടൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇത്രം ഹൈറ്റിലുള്ള ഒരു ക്ഷേത്രമാണ്. എൻ്റെ കളറിനൊരു വ്യത്യാസമുണ്ട്. നല്ല എന്താ പറയുക, കരിങ്കല്ല് പോലത്തെ, കരിങ്കല്ലല്ല, അതിൻ്റെ കളറ് വേറൊരു കളറ്, എന്തെങ്കിലും ഒരു പ്രത്യേകതരം കല്ലായിരിക്കണം. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആളുകളെല്ലാം ആ ക്ഷേത്ര മുറ്റത്ത് ചെരുപ്പെല്ലാം ഊരിയിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനെ നടന്ന് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ, ആ ഹൈറ്റുള്ള ക്ഷേത്രത്തിൻ്റെ തൊട്ട് പിറകിൽ മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട്. അതിന് ഹൈറ്റില്ല, പക്ഷേ തൊട്ട് പിറകിൽ തന്നെയാണ്. എന്തായാലും അവിടെ നമുക്ക് പോയി കാണുന്നതിനുള്ള അനുവാദമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതെല്ലാം മനോഹരമായിട്ട് ഞങ്ങൾ ചിത്രീകരിച്ച് നിങ്ങളെയും കൂടി കാണിക്കുകയാണ്. ആകാശമൊക്കെ കണ്ട നല്ല നീല ആകാശം. കുറേ മെയിൻ്റനൻസ് പണികൾ അപ്പുറത്തേക്ക് നടക്കുന്നുണ്ട്. എങ്കിലും ടൂറിസ്റ്റുകൾക്കും വിശ്വാസികൾക്കും വേണ്ടി ഇപ്പോഴും ക്ഷേത്രം ഓപ്പണാണ്. എന്തായാലും നല്ല മനോഹരമാണ്. അധികം എന്താ പറയുക, വേസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. വളരെ ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങ് അകലെ കാണുന്നതാണ് ഇവിടുത്തെ ആ പ്രതിഷ്ഠ. അപ്പോൾ നമുക്ക് തൊട്ടടുത്തൊന്നും പോകാൻ പറ്റത്തില്ല, എങ്കിലും അകലെ നിന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ മേലിലുള്ള മകുടം കാര്യങ്ങളൊക്കെ നല്ല കൊത്തുപണികൾ കൊണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. തൂണുകളായാലും കൊത്തുപണികൾ കൊണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എത്ര വർഷം പഴക്കമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അത്യാവശ്യം കണ്ടിട്ട് അത്യാവശ്യം പഴക്കം കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വരെയാണ് പോയുള്ളൂ.
അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാനായിട്ടുള്ള പെർമിഷനും ഇല്ല. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് അങ്ങോട്ടേക്ക് കിടക്കാനുള്ള പെർമിഷനില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് നമ്മൾ തിരിച്ചു പോരുവാണ്. അപ്പോൾ ആ സൂര്യപ്രകാശവും കൂടി അടിക്കുമ്പോൾ അതിൻ്റെ ആ ഭംഗി നമ്മൾ ക്യാമറയിൽ കിട്ടുന്നതിനേക്കാളും വളരെ മനോഹരമാണ്. കാരണം നമ്മുടെ ഉദയ സൂര്യൻ്റെ ആ പ്രകാശവും പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കളറുണ്ടല്ലോ, അതും കൂടി ആകുമ്പോൾ കാണുവാൻ വേണ്ടി വളരെ മനോഹരം. നമ്മൾ കുട്ടികളെ നമ്മൾ ഇവിടെ ഇരുത്തിയിട്ട് പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെ അങ്ങ് നടത്തണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവിടെ ഇരുത്തി. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് തിരിച്ചു പോന്നു. എന്തായാലും ഞങ്ങളതെല്ലാം കണ്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. ഇവിടെ തൊട്ടടുത്ത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, അതും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങ് വന്നതാണ്. നമുക്ക് കേരള ഫുഡും അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടണമെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണല്ലോ. എന്തായാലും ഞങ്ങളത് കഴിക്കാനായിട്ട് ഇവിടെ വന്നു. അപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് ഒത്തിരി പശുക്കളെയും കാര്യങ്ങളൊക്കെ കാണട്ടെ. അവിടെ അതാ നദിയുടെ ഉത്ഭവം അല്ലേ? കുണ്ടെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കുണ്ട് വെള്ളം എടുത്തുനിന്ന് വരുന്ന സ്ഥലത്ത് തന്നെയാണ് കുണ്ട്. ഇവിടെ നിന്നാണ് 2 നദികൾ ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കാണുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. കുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതായത് ഒരു നദിയുടെ ഉത്ഭവമാണ് അവിടെ നിന്ന് ഇങ്ങനെ നീരുറവിയായിട്ട് ഒഴുകി അത് ഒരു വലിയ നദിയായിട്ട് ഒഴുകിപ്പോകുന്ന ഒരു മനോഹരമായ ഒരു വ്യത്യസ്തമായൊരു കാഴ്ച കാണുവാനായിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും ഇതുപോലെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ എപ്പോഴും ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവിടുത്തെ ഷോപ്പുകളും ആളുകളുടെ വരവും കാര്യങ്ങളൊക്കെ. പിന്നെ പ്രത്യേകിച്ച് ഈ നദികളുടെ ഉത്ഭവം ഇവിടെ നിന്നാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ അത് അവിടെ നിന്ന് ഉത്ഭവിക്കുന്നത് ചെറുതായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ. എങ്കിലും നമ്മൾ അത് വെള്ളം ഒഴുകി വരുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ ഒഴുകി വരുന്ന ഒരു സ്ഥലവും പിന്നെ കുറച്ച് ഗ്ലാസ് ബ്രിഡ്ജും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയും കാണുവാനായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വനമാണ് കേട്ടോ. 2 സൈഡിലും കണ്ട മരങ്ങൾ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. നമുക്ക് നല്ല ചീവീടുകളുടെ ശബ്ദവും കാടിൻ്റേതായ ആ ശാന്തതയും നിശബ്ദതയും നല്ല ഫ്രഷ് എയറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പാത്തുവിനെ എൻ്റെ തോളത്തിരുത്തിയിട്ട്, അതായത് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് താഴോട്ട് പോകണം, ആ പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജും അല്ലെങ്കിൽ വെള്ളച്ചാട്ടമൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. എന്തായാലും താഴോട്ട് കൊച്ചിനെ തോളത്ത് വെച്ചുകൊണ്ട് ഞാനങ്ങ് ചെല്ലുവാണ്. നമുക്കവിടെ നിന്ന് കാണുമ്പോൾ കണ്ടോ ഫോഗും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഊട്ടി അല്ലെങ്കിൽ മൈസൂർ ഒക്കെ പോയ ഒരു ഫീലാണ്, കൊടൈക്കനാലൊക്കെ പോയൊരു ഫീലാണ് കേട്ടോ. കണ്ടോ ഇവിടെ നിന്നാണ് ഇത് വെള്ളം ഒഴുകി പോകണ്ട. അങ്ങറ്റത്തു നിന്ന് ഇങ്ങനെ ഒരു ചെറിയ വെള്ളം ഇങ്ങനെ ഒഴുകി ഇവിടെ തന്നെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ശക്തിയിലായി തുടങ്ങി. പിന്നെ ഇവിടെ നിന്ന് ഈ മല ഇറങ്ങി വെള്ളം അങ്ങ് നദിയിലേക്ക് ചെല്ലും. അപ്പോൾ വെള്ളം ഇങ്ങനെ വന്ന് ആ ഉറവയിൽ നിന്നും ഒരു നദിയായി ഒഴുകുന്നു. നദി അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും ഒഴുകുന്നു. വലിയ കാടുകളാണ്. എല്ലാ നദികളുടെയും ഏകദേശം ഉത്ഭവം ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഏതെങ്കിലും ഒരു കാട്ടിൽ നിന്നൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് കാണുവാനും സാധിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇത് കാണുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജുണ്ട്. താഴോട്ടൊക്കെ ഒത്തിരി താഴ്ചയിലോട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കും. അത്യാവശ്യം ധൈര്യം കാര്യങ്ങളുള്ളവർക്ക് ഇവിടെ കയറാൻ പറ്റും. എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല പറ്റിയ സ്പോട്ട് കേട്ടോ. അപ്പോൾ ആകാശമൊക്കെ കണ്ട നല്ല സൂര്യൻ്റെ ആ ചെറിയ പ്രകാശം സ്വർണ്ണ കളറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങ് അകലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോഗും അതുപോലെ തന്നെ പച്ച മലനിരകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പേടിപ്പെടുത്തുന്ന കാഴ്ചകൾ. എന്തായാലും ഇവിടെയും അത്യാവശ്യം ഒത്തിരി ടൂറിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ആളുകളെല്ലാം. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകും. കാരണം അത്യാവശ്യം നല്ല സീനറിയിൽ നല്ല ഭംഗിയായിട്ട് കിട്ടുന്ന ഒരു ഫോട്ടോ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പേടിച്ചാണ് പിടിച്ച് നടന്നു പോകുന്നത്. എന്തായാലും കുറച്ച് ഫോട്ടോസ് ഞങ്ങളെടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളുമായിട്ട് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിൻ്റെ താഴേക്കോടെയുള്ളൊരു ആംഗിളിൽ എടുത്ത വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞങ്ങളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. നമ്മൾ
തീർച്ചയായിട്ടും എല്ലായിടത്തും പോകുമ്പോൾ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് കളക്ട് ചെയ്യാറുണ്ട്. അതിന് വേണ്ടി ഫോട്ടോസ് എടുത്ത് കളക്ട് ചെയ്യുന്ന ഒരു തിരക്കും കൂടിയാണ്. എന്തായാലും അടിപൊളി സ്ഥലമാണ്. ഒരു പുതിയൊരു എക്സ്പീരിയൻസ്, അതും പ്രത്യേകിച്ച് വനത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് അത് ഒരു പ്രത്യേക ഫ്രഷ് എയർ, അതുപോലെ തന്നെ ഒരു കൂളിങ് എല്ലാം കൊണ്ട് ഒരു മനോഹരമായ കാഴ്ച. നമ്മൾ തിരക്കുള്ള നഗരങ്ങളിൽ നിന്നും ഉൾഭാഗങ്ങളിലോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾ, അതായത് വെള്ളമൊക്കെ ഒഴുകി പോകുന്നത് കാണാൻ, അതിൻ്റെ ശബ്ദം കേൾക്കാൻ എന്ത് രസമാണെന്നറിയും. അപ്പോൾ എന്തുകൊണ്ടും വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു എന്ന്. കണ്ടോ, നമ്മുടെ മരങ്ങൾ നിൽക്കുന്നുണ്ട്, അങ്ങ് താഴെ മരങ്ങൾ നമുക്ക് നിൽക്കുന്നുണ്ട്. മൊത്തം പച്ചപ്പും കാര്യങ്ങളും, നീലാകാശം, ചില സമയത്ത് ഗോൾഡൻ ആകാശം. അവിടെ ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു ഇന്ത്യൻ പതാക നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നൈസ് ഡേ ആയിരുന്നു. ഇനി ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ടിട്ട് പതുക്കെ പോവാണ്. ആളുകളെല്ലാം വന്നും പോയും ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആളുകളൊക്കെ വരുന്നു പോകുന്നു. ഞങ്ങളും ഇനി സ്റ്റെപ്പെല്ലാം കയറി മേലെ ചെന്നിട്ട് പതുക്കെ പോകട്ടെ. ഏകദേശം വൈകിട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ച് സ്ഥലത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യുകയാണ്. എന്തായാലും വനത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ്. എന്നെ എപ്പോഴും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ മരങ്ങളൊക്കെ ഒരേ വലിപ്പത്തിലാണ് നിൽക്കുന്നത്. ആരൊക്കെയോ നട്ട് പിടിപ്പിച്ചതുപോലെ. എന്ത് മനോഹരമായിട്ടാണല്ലേ. താഴെ നല്ല ചെറിയ തൈകൾ നിൽക്കുന്നുണ്ട്, പച്ചപ്പും പുൽമേടുകളൊക്കെ ആയിട്ട്. എങ്കിലും വളർന്നു നിൽക്കുന്ന മരങ്ങളൊക്കെ ഒരുപോലെ തന്നെ നിൽക്കുന്നു, അതും പച്ചപ്പൊക്കെ കലർന്ന് വളരെ മനോഹരമായിട്ട്. എന്തുകൊണ്ടും എപ്പോഴും എല്ലാവർക്കും വനത്തിൽ കൂടെ പോകാൻ നല്ല ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കുമല്ലോ. അതുപോലെ ഞങ്ങളും ഒരു വനത്തിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുട്ടായി. റോഡിലൊക്കെ നിറച്ച് പശുക്കളാട്ടോ. ഇവിടെ പശുക്കളൊക്കെ ഇങ്ങനെ അയച്ചിട്ടാണ് വളർത്തുന്നത്. പ്രത്യേകിച്ചും വനപ്രദേശങ്ങളിൽ ഒത്തിരി പശുക്കളുണ്ട്. അവർ ഈ സമയമായിട്ടുണ്ടെങ്കിൽ വനത്തിൽ തണുപ്പായതുകൊണ്ടായിരിക്കാം റോട്ടിൽ വന്നിങ്ങനെ കിടക്കും. റോഡിൻ്റെ ചൂട് പറ്റിയിട്ട് റോട്ടിൽ കിടക്കും. അപ്പം ഇങ്ങനെ വണ്ടികൾ വരുമ്പോൾ ബ്ലോക്കായി നിൽക്കും. പിന്നെ കുറേ ആളുകൾ ഓണടിക്കുമ്പോൾ കുറച്ച് പശുക്കൾ മാറും, അല്ലെങ്കിൽ ചില ആളുകൾ വടിയെടുത്തൊക്കെ ഒന്ന് പേടിപ്പിക്കും. അപ്പോഴൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകുന്നത്. പലപ്പോഴും വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാക്കാറുണ്ട് ഈ പശുക്കൾ. എന്തായാലും പശുക്കളൊക്കെ മാറ്റിയിട്ട് ഞങ്ങളും ഒരു ചെറിയ ടൗണിലോട്ട് എത്തി. അവിടെ ഇപ്പോൾ എന്തോ ഒരു ഗണപതി പൂജയുടെ ആഘോഷം നടക്കുവാണ്. അപ്പോൾ ആ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ്.